ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ എൻ്റെ മോർണിംഗ് ഡേ ഇൻ മൈ ലൈഫിന് ശേഷം ഞാനൊരു ഈവനിങ് ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഞാൻ മെയിനായിട്ട് കാണിക്കുന്നത് ഡിന്നർ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഡിന്നറിന് ഞാൻ റെഡിയാക്കിയിട്ടുള്ള ഡിഷസും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഞാൻ ഡിന്നറിന് റെഡിയാക്കുന്നത് ഗ്രിൽഡ് ചിക്കനാണ്. ഇത് രാവിലെ ഞാൻ ബട്ടർ മിൽക്കിലൊക്കെ മുക്കിയിട്ട് വൈകുന്നേരം ആയപ്പോൾ എടുത്തിട്ട് മസാല തേച്ച് വെച്ചിട്ടാണ്. ഇനി നമുക്കിതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. ചിക്കൻ മസാല തേക്കാനായിട്ട് ഞാനിവിടെ പാപ്രിക്ക പൗഡർ, ഗരം മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഓൾറെഡി ഞാൻ ബട്ടർ മിൽക്കിൽ ഇട്ടിരുന്ന സമയത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിരുന്നു. പിന്നീട് ഇത് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് ഇത് ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാം. ബട്ടർ മിൽക്കിൽ ഞാൻ ഡിപ്പ് ചെയ്തെടുത്തതെന്ന് വെച്ചാൽ നല്ല ജ്യൂസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ബട്ടർ മിൽക്കിൽ സോക്ക് ചെയ്തെടുത്തത്. ഇനി ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാൻ ഓവനിലോട്ട് മാറ്റി കൊടുക്കാം. പിന്നെ ഞാനിതിലൊരു റെസിപ്പി കാണിക്കുന്നുണ്ട്, ഹമ്മൂസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കാൻഡായിട്ടുള്ള ചിപ്പിയാണ് ഞാൻ ഹമ്മൂസ് റെഡിയാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ വെള്ളക്കടല നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കാൻഡായിട്ടുള്ള വെള്ളക്കടല ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാ വെള്ളക്കടല ഒരു 6-8 മണിക്കൂർ കുതിർക്കുക. അതിനുശേഷം വേവിച്ചിട്ട് മിക്സിയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലോട്ട് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് തഹിനയാണ്, നമ്മുടെ വെളുത്ത എള്ളിൻ്റെ പേസ്റ്റാണ്. പിന്നെ ഇതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ്. ഇതുപോലത്തെ ഒരു ചെറിയ 3 വെളുത്തുള്ളിയുടെ പീസ് എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഒരു 5 ടേബിൾ സ്പൂൺ വെള്ളമാണ്. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല ക്രീമി ആയിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് ഇതിന് മേലോട്ട് കുറച്ചുകൂടി ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഹമ്മൂസ് എല്ലാം റെഡിയാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ മറക്കാതെ അറിയിക്കണേ. ഇനി നമുക്ക് ഇതിലോട്ടുള്ള സാലഡ് റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ്, കുക്കുംബർ, പിന്നെ കുറച്ച് കോണും എടുത്തിട്ടുണ്ട്. ഞാനിതിലോട്ടൊരു 3 ടേബിൾ സ്പൂണ് കോണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിതിൽ ലെമണും അതുപോലെ തന്നെ പെപ്പർ പൗഡറും ഉപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഞാൻ ഇതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഡിന്നറൊക്കെ റെഡിയാക്കിയ ശേഷം ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ് ഈ കാണുന്നത്. സാറ്റർഡേ നൈറ്റാണ് ഞാൻ ഈ വ്ലോഗ് എടുക്കുന്നത്. എല്ലാവരും ഒരു ഹോളിഡേ മൂഡിലായിരിക്കും. UAE-ക്കാർക്ക് ശനിയും ഞായറാണല്ലോ ഹോളിഡേ. അപ്പോൾ ഒരു പൂച്ചനെ കണ്ടിട്ടുള്ള നോക്കി നിൽപ്പാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ വരുന്നത്. അപ്പോൾ സ്ട്രോളറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ അതിലിരുത്താമെന്ന് വെച്ചിട്ട്, പക്ഷെ അവൻ ഒരിക്കലും സമ്മതിച്ചില്ല. കരഞ്ഞിട്ട് അതിൽ നിന്ന് എഴുന്നേറ്റിട്ടാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്ട്രോളറിൽ ഇരിക്കുന്നതൊന്നും വലിയ ഇഷ്ടമല്ല, അതുപോലെ നടക്കാനാണ് ഇഷ്ടം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് പോവുകയാണ്. പിന്നെ ഒരു കാര്യം, വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഡിന്നറിൻ്റെ കൂടെ കുടിക്കാൻ ഒരു ജ്യൂസ് കൂടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. റൂഹ് ഹഫ്സയും അതുപോലെ തന്നെ ലെമണും ഒക്കെ ചേർത്തിട്ട് റെഡിയാക്കിയിട്ടുള്ള ജ്യൂസാണ്. പുറത്തു പോയപ്പോൾ കുബൂസ് കൂടി മേടിച്ചിട്ട് വന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.